ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ ഡ്രസ്സൊക്കെ മാച്ചായിട്ട് എയർബോ ചെയ്തെടുക്കാം നോക്കാം. അപ്പോൾ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മാച്ചായിട്ട് നമുക്ക് എങ്ങനെ ഇതുപോലെ എയർബോ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് ഇതുപോലെ ഒരു എയർ ബാൻഡിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബ്ലാക്ക് റിബൺ കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയർ ബാൻഡിൻ്റെ ബേസിനെ ഫുള്ളായിട്ട് ഈ റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഫ്ലവറും ലീഫും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാലൻസ് വരുന്ന കട്ട് പീസിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ഡിസൈന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത പീസസ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 6 ലീഫാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലീഫ് ഒന്ന് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽ ഏതാണോ അതുമൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി. ഇതുപോലെ ലീഫ് ഷേപ്പ് ആവുകൊണ്ട് ഞാൻ ഈ ഒരു മോഡലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളെ ഐഡിയക്ക് അനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച എയർ ബാൻഡ് ബേസിൻ്റെ മുകളിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് B7000 എന്നുള്ള ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളാ കട്ട് ചെയ്തതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലേറ്റർ വെച്ചിട്ടൊന്ന് ഒരുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സൊക്കെ മാച്ചായിട്ട് ഇതുപോലെ ഈസി ആയിട്ട് എയർ ബാൻഡൊക്കെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറിയിട്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കട്ടെ. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.